കുറച്ചു നേരത്തേക്ക് ദൈവമേ നിന്നെ ഞാൻ കർട്ടനിട്ട് മൂടി, ഇനി നീ എന്നെ ഒന്നും കാണരുത്. അങ്ങനല്ലേ സ്തോത്രം? നടയടയ്ക്കുന്നത് അങ്ങനല്ലേ? വീട്ടിലെ പൂജാമുറി അടയ്ക്കുന്നത് അങ്ങനല്ലേ? എന്താ? കർട്ടനിടുന്നു. സ്തോത്രം. ഇനി നീ അവിടെ തന്നെ ഇരുന്നോണം. ഇനി ഈ വീട്ടിൽ നടക്കുന്ന ഒന്നും കാണാൻ പാടില്ല. പള്ളികൾ അടയ്ക്കുന്നു, അമ്പലങ്ങൾ അടയ്ക്കുന്നു. അതിന് സമയമുണ്ടല്ലേ? ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ആമേൻ നിങ്ങൾക്ക് ഈ ദൈവത്തെ കാണാം. അത് കഴിഞ്ഞാൽ ഈ ദൈവത്തിന് എന്ത് ചെയ്യണം? ഉറങ്ങണം. ഈ ദൈവത്തിനും ഉറങ്ങണം അല്ലേ? സ്തോത്രം. ഏരിയാവ് അങ്ങനല്ലേ ആമേൻ ബാലിന്റെ പ്രവാചകന്മാരോട് പറഞ്ഞത്? ബാലിന്റെ പ്രവാചകന്മാർക്ക് ആദ്യം തന്നെ അവസരം കൊടുത്തു. ആമേൻ. അവരെ യാഗപീഠത്തിങ്കൽ നടന്ന് വാളുകൊണ്ട് ഉറഞ്ഞു തുള്ളി ബാലേ 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 എന്ന് വിളിച്ച് 2-2.5 മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടേതായ തമ്പേറും മേളവും ഒക്കെ നടത്തി അവരങ്ങനെ അടിച്ച് ബഹളം വെച്ചിട്ടും ഒരു തീ പോലും കത്തുന്നില്ല. അപ്പോ മാറിയിരുന്നിട്ട് ആര് കളിയാക്കി? ഏലിയാവ് കളിയാക്കി. മൂത്രപ്പുരയിൽ മൂത്രമൊഴിക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ അവൻ വെളിക്കിരിക്കാൻ പോയതായിരിക്കും, അതല്ലെങ്കിൽ അവൻ ഉറങ്ങുകയായിരിക്കും. സ്തോത്രം. കാരണം ഏലിയാവ് അത് പറയാൻ കാരണം എന്താ? ഏലിയാവിന്റെ ദൈവം ഉറങ്ങുന്നതുമില്ല, മയങ്ങുന്നതുമില്ല. ആമേൻ. അവൻ ഉറങ്ങാത്തവൻ, മയങ്ങാത്തവനാണ്. ഏതു സമയത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ അവന് സമയപരിധിയില്ല. രാത്രി 12 മണി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കരുത്, രാത്രി 10 മണി കഴിഞ്ഞാൽ എന്നോട് പ്രാർത്ഥിക്കരുത്, അങ്ങനൊന്നുമില്ല. ഏതു നേരത്തും ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാൻ പറ്റും. ഏതു നേരത്തും നമ്മുടെ ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന് എന്തില്ല? നിദ്ര ഇല്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ, ഇല്ലെനിക്ക് ഖേദമൊട്ടും. ഉയർത്തേടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളം വൻകിരിയിൽ. ഉയർത്തേടും പാടിയത് എൻ്റെ കൺകൾ തുണയാരോളോ വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. അപ്പോ ഇസ്രായേലിന്റെ നാം സേവിക്കുന്ന ദൈവത്തിന് എന്തില്ല? ഉറക്കമില്ല. ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മറ്റുള്ളതെല്ലാം കണ്ണടച്ച് ആമേൻ ഉറങ്ങുന്ന ദൈവങ്ങളാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത 4-ാമത്തെ വാക്യം. സ്തോത്രം. യഹോവേ, യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല. സ്തോത്രം. മോനെ മോനെ എന്നെ നോക്കൂ. സ്തോത്രം. നീ അറിയാതെ, യഹോവേ, നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല. ഒരു ദൈവ പൈതൽ സംസാരിക്കുന്നത് ഉപ്പിനാൽ രുചി വരുത്തിയായിരിക്കണമെന്ന വചനം പറയുന്നു. എങ്ങനെ ആയിരിക്കണം? ദൈവ പൈതൽ നമ്മളെ അപ്പുറത്തവൻ തെറി വിളിക്കുകയാണെങ്കിലും തിരിച്ച് അതേന്റെ ഡബിള് പവറിലുള്ള തെറിയല്ല വിളിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ?
പ്രത്യേകിച്ച് ഈ ദൈവവചനം വായിക്കുന്ന ഒരു ദൈവ പൈതല്, ഒരു വിശ്വാസി ആയിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല? തെറി വിളിക്കാൻ പാടില്ല, ചീത്തത്തരം പറയാൻ പാടില്ല, നാവ് കൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ എടുക്കാൻ പാടില്ല. ദൈവം അറിയുന്നുണ്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ അറിയാതെ ഒരു വാക്കുമില്ല. സ്തോത്രം. ഈ ആമേൻ സ്തോത്രം. ഈ സുവിശേഷ വചനം പറയുന്ന ആളുകൾ, തെറി പറയുന്ന ആളുകളുണ്ട്. സ്തോത്രം. അത് തെറി പറയുമോ, വീട്ടിൽ തെറി പറയുമോ ഇല്ലയോ എന്ന് അവരുടെ ഭാര്യമാരോട് ചോദിക്കണം. സ്തോത്രം. എന്നാലേ അറിയത്തുള്ളൂ. ഒരിക്കൽ ഒരു ദൈവദാസന്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞതാ, പുള്ളി തെറി പറയുന്നു. പുള്ളി തെറി പറയും. സ്തോത്രം. ഹല്ലേലൂയ. നീ അറിയാതെ ഒരു വാക്കും എന്തില്ല, ഒരു വാക്കും എനിക്ക് ഇല്ല. സ്തോത്രം. എന്റെ നാവിന്മേൽ ഇല്ല. എന്റെ നാവിന്മേൽ ഒരു വൃത്തികെട്ട വാക്ക്, ഇതെല്ലാം ദൈവം കണക്കെടുക്കും കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ കർത്താവേ, ഞാൻ എന്റെ നാവിൽ ഇനി ഒരു തീരുമാനം എടുക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനം, ഇനി ഞാൻ എന്റെ നാവിൽ ഒരു ചീത്ത വാക്ക് വരികയില്ല. അല്ലെങ്കിൽ അയൽക്കാർ എനിക്കെതിരായിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയാലും ഒരു ചീത്ത വാക്ക് ഞാൻ അവരെ പറയുകയില്ല. സ്തോത്രം. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം.